4:45 വേളാങ്കണ്ണി എത്തായിരുന്നു. അപ്പോൾ തന്നെ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേന്ന് വെള്ളയപ്പവും മുട്ടക്കറിയുമായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സ് മാറിയിട്ട് ഞങ്ങൾ 9 മണിക്കത്തെ കുർബാനയ്ക്ക് വേണ്ടി ഇറങ്ങി ലോഡ്ജിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണേ. എൻ്റെ ഡാഡിയുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഡാഡിയുടെ അനിയനും കൂടി ഉണ്ട്. അവരുടെ ഫാമിലിയും കൂടി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ പള്ളി ഇങ്ങനെ നീണ്ടു കിടക്കണേ. ഈ രാവിലത്തെ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ജസ്റ്റ് എല്ലാ പള്ളികളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി പോയിട്ട് പിന്നെ വൈകുന്നേരം വരാമെന്നും പറഞ്ഞുകൊണ്ടാണ്. പള്ളിയിലൊരു കുർബാന നടന്നുകൊണ്ടിരിക്കണായിരുന്നു. ഇംഗ്ലീഷ് കുർബാനയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മലയാളം കുർബാന വന്നത്. എല്ലാ ശനിയാഴ്ചയും 9 മണിക്ക് മലയാളം കുർബാനയുണ്ട്. അപ്പോഴേക്കാളും ഡാഡി പോയി നേർച്ച വെക്കാനുള്ള കാഴ്ചവെപ്പിന് വേണ്ടിയുള്ള സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങി ഇത്തിരി നേരം വെള്ളമൊക്കെ കുടിച്ച് ഡാഡിയുടെ അനിയൻ്റെ മോൾ ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ അവൾ അതെല്ലാം കാണിച്ചും കൊടുത്ത് ഞങ്ങളും പ്രാർത്ഥനയ്ക്ക് എത്തിച്ച് അവിടെ ഒരു കിണറുണ്ട്, അതൊക്കെ കാണിച്ചൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ മെയിൻ പള്ളിയിലോട്ട് പോയായിരുന്നേ. മെയിൻ പള്ളിയിൽ അവിടെ ക്യാമറ അലോഡല്ല, അപ്പോൾ അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ ജോയ്സിൻ്റെ മുടി മൊട്ടടിച്ചായിരുന്നു. തിരിച്ച് വന്ന വഴി ഇസു മൊട്ടത്തലയിൽ താളം പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ വന്ന വഴി തന്നെ ഞങ്ങൾ ചോറും കഴിച്ചിട്ടാണ് പിന്നെ മുകളിലോട്ട് പോയത്. ഉച്ചയ്ക്ക് മോരാറ്, ബീഫ് വലത്തിയത്, സാലഡ്, അച്ചാർ, പിന്നെ ബീഫ് കറിയും കൂടി ആയിരുന്നു കേട്ടോ.